ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി എഗ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് അപ്പത്തിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ടൈം എടുക്കാതെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് നന്നായി വഴഞ്ഞ് വരണം. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇനി ആ സെയിം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ദെൻ അതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ സവാളയും കാഷ്നട്ടും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടി പേസ്റ്റ് ആക്കി വെച്ചില്ലേ, അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ അരച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അങ്ങനെ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല ക്രീമി ആകാൻ വേണ്ടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ടത്. ഇനി ഞാനിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. സോപ്പ് ഇതിൻ്റെ കളർ കാണുമ്പോൾ ഭയങ്കര ക്രീമി വൈറ്റ് ആയതുകൊണ്ട് തേങ്ങാപ്പാലം ചേർത്തത് കൊണ്ട് തോന്നും നമുക്ക് എരിവില്ലാന്ന്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. കാര്യം നമ്മൾ പച്ചമുളക് ചേർത്ത് അരച്ചിട്ടുണ്ട്, അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒപ്പം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഈ കറി. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.